ഹായ്, ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുക കേട്ടോ. ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി ഗാനമേളയൊക്കെ കേട്ട് വരാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളിങ്ങനെ പോയപ്പോഴാണ് അതിനൊക്കെ അടുത്തായിട്ട് മഞ്ജു ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടത്. ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് കളക്ഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കയറിയതാണ്. അപ്പോൾ കൊള്ളാം, അല്ലൂനൊക്കെ പറ്റിയ ഒരുപാട് ഷർട്ടുകളൊക്കെ ഉണ്ട്. അതും നല്ല വിലക്കുറവിൽ. വീട്ടിലിടുന്ന മോന് പറ്റിയ ഷോർട്ട്സും കാര്യങ്ങളും, ഇപ്പോൾ ജെൻസിന് പറ്റിയ ഷർട്ടും എല്ലാം നല്ല വിലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല വിലക്കുറവുണ്ട്, നല്ല ക്വാളിറ്റി സാധനങ്ങൾ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവിടെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് അല്ലുവിന് കുറച്ച് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് കയറിയ സ്ഥിതിക്ക് ഒന്നും എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അല്ലുവിന് വേണ്ടി മാത്രം വീട്ടിലിടാനുള്ള 2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെയായിരുന്നു, അമ്പലത്തിനകത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഗാനമേള. ഇങ്ങനെ കുറച്ച് നേരം തുടങ്ങുന്നതിന്, ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്നു. അതിനുശേഷം ഞങ്ങൾ പോയി സീറ്റൊക്കെ എന്നുവെച്ചാൽ ആദ്യമേ പോയി കഴിഞ്ഞാൽ സീറ്റൊക്കെ പിടിച്ച് ഇരിക്കാമല്ലോ. അങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഇരുന്ന് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കടലേക്ക് വാങ്ങി കഴിച്ച് അങ്ങനെ പാട്ടൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് കൊള്ളായിരുന്നു. നല്ല ഗാനമേളയായിരുന്നു. ഗാനമേളയും അതിനൊപ്പം ഒരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ഈ വട്ടത്തെ നേരത്തെ കണ്ട ഗാനമേളയെക്കാട്ടിലും നല്ല ഗാനമേളയായിരുന്നു. അപ്പോൾ ബൈ, നാളെ കാണാം.